برحمتك يا أرحم الراحمين. توسلنا بسم الله وبهادي رسول الله وكل مجاهد لله وأهل البدر يا الله، وبأبزة الكرائم المصطفى أسد الإله وسيد الشهداء നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ പള്ളിയുടെ ചുറ്റുപരിസരത്ത് നമ്മളെ സ്നേഹിച്ചുള്ള നമ്മുടെ ആവശ്യങ്ങൾ എല്ലാവരെയും നമ്മുടെ ഒരുമിച്ച് കൂടി വിശുദ്ധമായ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം എന്നത് വിശുദ്ധമായ 12 മാസങ്ങളിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അസ്വായി പരാമർശിക്കപ്പെട്ട പേരെടുത്ത് പറയപ്പെട്ട ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന പ്രത്യേക പേരെടുത്ത് പരാമർശിച്ച ഒരു മാസത്തിന്റെ അമ്പലിക്കലയുടെ പിറവിയും കാത്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നു നടക്കുന്ന ഒരു നിമിഷമാണ് വിശുദ്ധ റമദാനിന്റെ അമ്പലിക്കല. അതിന്റെ പിറ ആകാശലോകത്ത് ദർശിക്കുന്ന നിമിഷം എന്ന് പറയുന്നത്. സപ്താത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകം കണ്ടിട്ടില്ലാത്ത ദർശിച്ചിട്ടില്ലാത്ത അതിനേക്കാളും വലിയ അത്ഭുതമാണ് റമദാനിന്റെ പിറ ആകാശത്ത് കാണുന്ന നിമിഷം മുതൽ ഇവിടെ നടക്കുന്നത്. കാരണം 200 കോടിയിലധികം വരുന്ന സത്യവിശ്വാസികൾ ലോക മുസ്ലിമീങ്ങൾ, ആ 200 കോടിയിലധികം വരുന്ന ജനത ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ പിറ കാണുന്ന നിമിഷം കൊണ്ട് പരിവർത്തനത്തിന് വിധേയരാകുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാവരും സർവ്വജനങ്ങളും ആഗോളാടിസ്ഥാനത്തിൽ പരിവർത്തനത്തിന് വിധേയരാവുകയാണ്, മാറ്റത്തിന് വിധേയരാവുകയാണ്. അഥവാ 200 കോടിയിലധികം വരുന്ന സത്യവിശ്വാസികളുടെ സംസാരത്തിൽ മാറ്റം വരുന്നു, അവരുടെ യുദ്ധത്തിൽ മാറ്റം വരുന്നു, അവരുടെ നടത്തത്തിൽ മാറ്റം വരുന്നു, ജീവിതത്തിന്റെ ഓരോ ശീലങ്ങളിലും ദൈനംദിന ചര്യകളിലും മാറ്റം വരികയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ശൈലികളിൽ അടിമുടി മാറ്റം വന്നുകൊണ്ട് ഒരു ജനത മുഴുവനും ഉന്നതകം സഞ്ചരിക്കുമ്പോൾ ആ വലിയ മാറ്റത്തിൽ, ആ വലിയ പരിവർത്തനത്തിൽ പങ്കാളികളായി നമ്മളും കൂടെ സഞ്ചരിക്കുക എന്നതാണ് സത്യവിശ്വാസികളായ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടപ്പാടും ആ ജനതയോടൊപ്പം ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ ശ്രദ്ധാവായ അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുക എന്നതാണ്. ലോക ജനതകൾ മുഴുവനും തൗബയുടെ പടിവാതിലെത്തി അല്ലാഹുവിന്റെ മുന്നിൽ കാണുകയാൻ അപേക്ഷിക്കുന്ന ആ വല്ലാത്ത നിമിഷമുണ്ടല്ലോ. ജീവിതത്തിന്റെ മുഴുവൻ കഥകളും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയുന്ന ചെറുതും വലുതുമായ ഒരുപാട് അഴുക്കുകൾ സമർപ്പിച്ചവരാണ് നമ്മളെല്ലാം. ലോക ജനത ഓരോന്നായി പടച്ചവന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയുമ്പോൾ ആ ജീവിതത്തിന്റെ കഥകൾ മുഴുവനും കഴുകാൻ അവർ അല്ലാഹുവിന്റെ സന്നിധിയിൽ കൈയിലിട്ടുമ്പോ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ പാപങ്ങളും പാപകഥകളും കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട്. അവരുടെ മുഴുവൻ നമ്മൾ കഴുകി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മുന്നത്തെ വെള്ളിയാഴ്ച നിങ്ങളുടെ മുന്നിലായി വിശുദ്ധ റമദാൻ സമാപനമാകുമ്പോൾ അത് തൗബയുടെ മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ കുറിച്ച് വിശാലമായി നമ്മൾ സംസാരിച്ചത്. ആ തൗബയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പടിവാതിലൊടിയാതെ നീ കരയണം. തൗബയുടെ ബൈക്ക് വെച്ചുകൊണ്ട് നമ്മൾ ആ പ്രഭാഷണത്തിന്റെ അവസാനം നിർത്തുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ യാചനയോടെ സങ്കടത്തിന്റെ കണ്ണീരോടെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഒരു ഭിക്ഷ യാചിക്കുന്ന യാചകനെ പോലെ റബ്ബിന്റെ സമക്ഷത്തിൽ കരങ്ങളുയർത്തി നിർത്തുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്കിൽ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വിശുദ്ധമായ റമദാൻ എന്നത് പാപങ്ങളെ കഴുകാനുള്ള മാസമാണ്. അതിനെ കഴുകിയിട്ട് ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധിയാക്കാനുള്ള മാസമാണ്. അങ്ങനെ പാപങ്ങളെ
ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാത്ത നിലയിൽ, മാനസികമായി നന്നായി അടുക്കാത്ത നിലയിൽ വിശുദ്ധമായ റമദാനിനെ നമ്മളെല്ലാവരും സമീപിക്കുകയാണ് എങ്കിൽ ആ റമദാനിന്റെ നേട്ടങ്ങളോ, ആ റമദാനിന്റെ പ്രതിഫലങ്ങളോ, ആ റമദാനിൽ കൊയ്തെടുക്കാൻ കഴിയുന്ന വിളകളോ ഒന്നും നമുക്ക് സമ്പാദിക്കാൻ കഴിയുകയില്ല. ഒരു പ്രതിഫലവും ആ റമദാൻ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുകയില്ല. ഒരു നേട്ടവും ആ റമദാൻ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുകയില്ല. പിണക്കങ്ങളും നമ്മുടെ ശത്രുതകളും നമ്മുടെ വിദ്വേഷങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ നമ്മൾ തലകുത്തി മറിഞ്ഞ് 20 റക്അത്ത് തറാവീഹല്ല, അതിനപ്പുറം നമ്മൾ പടച്ചവന്റെ മുന്നിൽ കാഴ്ച വെച്ചാലും അതിന് ഒരു വിത്തരി പോലും പ്രതിഫലം പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് തരികയില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് വിശുദ്ധ റമദാനിലേക്ക് അടുക്കാൻ പോകുമ്പോൾ 3 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ, 3-4 ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ അതിന് മുന്നോടിയായി ആ അമ്പിളിക്കര ആകാശത്ത് കാണുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ 3 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ കുടുംബജീവിതം നയിക്കാൻ മാത്രമുള്ളതല്ല, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാദികളുമായി സഹോദരങ്ങളുമായി ബന്ധങ്ങൾ ഉറപ്പിക്കാനുള്ളതാണ്. അത് സുദൃഢമാക്കാനുള്ളതാണ്. എന്തെങ്കിലും പിണക്കങ്ങളോ ഇണക്കങ്ങളോ ഏതെങ്കിലും നിലക്കുള്ള വെറുപ്പുകളോ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവ മുഴുവനും പറഞ്ഞു തീർത്ത് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം അർപ്പിച്ചുകൊണ്ട് പിരിയാനാണ് ഈ 3 ദിവസം നമ്മുടെ മുന്നിലുള്ളത്. കാണുന്നതിന്റെ മുന്നോടിയായി നമ്മൾ ഇവരോടൊക്കെയും പൊരുത്തപ്പെടിക്കലുകൾ നടത്തേണ്ടതുണ്ട്. തൗബയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ബന്ധങ്ങളാണ് എങ്കിൽ എല്ലാവരോടും നമ്മൾ പൊരുത്തപ്പെടിക്കൽ നടത്തണം. നമ്മൾ ചെയ്യുന്നത് സാധാരണ വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ പേർ കാണുമ്പോ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരുമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയും മുസാഫറത്ത് ചെയ്യുകയും ആ രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് ക്ഷമാപണം നടത്തി പിരിയുകയുമാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. അവിടെയല്ല മുസാഫറത്തിന്റെ വേദി എന്ന് പറയുന്നത്, അവിടെയല്ല കെട്ടിപ്പിടിക്കാനുള്ള വേദി എന്ന് പറയുന്നത്. അവിടെ കൈകൾ പരസ്പരം കൊടുക്കേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. പകരം ആ കൈകൾ കൊടുക്കേണ്ടത്, ബന്ധങ്ങളെ ഉറപ്പിക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്ന വിശുദ്ധമായ റമദാനിലെ ആ റമദാൻ മാസത്തിലാണ്. ആ റമദാനിന്റെ മുന്നോടിയായി നമ്മൾ ചെയ്തു വെക്കേണ്ട പ്രവർത്തനമാണ്. അല്ലാതെ പെരുന്നാളിന്റെ നിർബന്ധ പ്രഹസനത്തിന് വേണ്ടി കൈകൊടുക്കുന്ന കൈകൊടുപ്പല്ല ബന്ധങ്ങളെ സുദൃഢമാക്കുക എന്ന് പറയുന്നത്. സത്യവിശ്വാസികളായ നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയുന്നവരാണ്, പഠിച്ചവരാണ്, മുസാഹിദിന്റെ ദുആ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അത് റമദാനല്ല, അതിനപ്പുറം പുണ്യമായ ഏതൊരു ദിവസം വന്നാലും മുസാഹിദിന്റെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹബീബായ തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചത് പലതവണ നമ്മൾ ഇവിടെ ആവർത്തിച്ചതാണ്. ഈ ചുറ്റും അല്ലാതെ പലതവണ പറഞ്ഞതാണ്. ബന്ധങ്ങൾ ഉറപ്പിക്കാത്തവരാണല്ലോ മുസാഹിദ് എന്ന് പറയുന്നത്. മുസാഹിദ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുണ്ടവർക്ക് അവരോട് ബന്ധമില്ല, അവരുടെ സഹോദരങ്ങളുണ്ട് അവരുമായി ബന്ധമില്ല, സ്വത്തിന്റെയും മുതലിന്റെയും പുറത്ത് തർക്കത്തിലാണ്, പിണക്കത്തിലാണ്, കുടുംബ വഴക്കുകളിലാണ്. ഇങ്ങനെ വഴക്കുകളിലായി മാനസികമായ അകൽച്ചകളിലായി കഴിയുന്നവരിക്കാണ് മുസാഹിദ് എന്ന് പറയുന്നത് എങ്കിൽ ആ മുസാഹിദിന്റെ മാനസികമായിട്ട് അടുക്കാത്തവന്റെ സുദൃഢമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാത്തവന്റെ 20 റക്അത്തും അവന്റെ പട്ടിണിയും ആർക്ക് വേണ്ടിയാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? സ്വയം വിചിന്തനം നടത്തണം. ഈ വെള്ളിയാഴ്ച ഈ പരിശുദ്ധമായ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വിചിന്തനം നടത്തണം. ഇതൊന്നുമില്ലാതെ ആ പട്ടിണി ആർക്ക് വേണ്ടിയാണ്? 30 ദിവസത്തിന്റെ പശ്ചാത്തലം ആർക്ക് വേണ്ടിയാണ്? ഉമ്മാനെയും പാപ്പാനെയും തെറി പറയുന്നവനാണ് നീയെങ്കിൽ ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നീ നോക്കെടുക്കുന്നത്? സഹോദരങ്ങളെ അകറ്റി നിർത്തുന്നവനാണ് നീയെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നീ അനുസരിക്കുന്നത്? അവർക്കൊന്നും വിശുദ്ധമായ റമദാനിന്റെ വെളിച്ചം കൽവിലേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. ആ ഓർമ്മ നമുക്കുണ്ടാകണം. ആ ഓർമ്മ നമുക്കുണ്ടാകണമെന്ന് മാത്രമല്ല, നമ്മൾ 30 ദിവസത്തിലായി 10 വീതം വീതിച്ചുകൊണ്ട് റഹ്മത്തിനെ തേടിയിട്ട് കടമുയർത്തുകയാണ്. രണ്ടാമത്തിൽ മഹ്ഫറത്ത് തേടി കടമുയർത്തുകയാണ്. മൂന്നാമത്തിൽ നരകമോചനം തേടിയിട്ട് കടമുയർത്തുകയാണ്. ഈ കടമുയർത്തുമ്പോൾ ഇതിനൊന്നും സ്ഥാനമില്ലാത്ത വിഭാഗമാരെന്നറിയുമോ? വിശുദ്ധമായ റമദാനിലുമല്ല, ആഴ്ചയിൽ 2 ദിവസത്തിൽ കൊടുക്കപ്പെടുന്ന പാപങ്ങൾ, കൊടുക്കപ്പെടുന്ന പട്ടികയിൽ പോലും ഇടം പിടിക്കാത്ത ഒരു വിഭാഗത്തെ ഹബീബായ ലോകത്തിന്റെ നേതാവ് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
എന്തോ വലിയൊരു പ്രശ്നത്തിന്റെ തുടക്കമാണ്. അത് നമ്മുടെ ജീവിതം തുലയാനാണ്, നാശത്തിന്റെ വക്കിലേക്ക് വീഴാനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ വാക്കുകളല്ല, അത് നാശത്തിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേട്ടുവെച്ചോ, ഒരു റമദാനിന് സമാന്തരമായതിനു ശേഷം ഒരു മനുഷ്യനിൽ നിലനിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് മുത്തച്ഛൂടെ പഠിപ്പിക്കുകയാണ്. ഒരുവന് നാശമാണ്, അവന് നാശമാണ് എന്നുള്ള മനുഷ്യനാ വിശുദ്ധ റമദാനിലേക്ക് സമാന്തരമായി അതിനുശേഷം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുൻപായി, അവന്റെ പാപമോചനം കിട്ടുന്നതിന് മുമ്പായി ആ റമദാനും കാണും വിട പറഞ്ഞാൽ അവന് നാശമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാപമോചനം കിട്ടാതിരിക്കാൻ പാടില്ല. അനിവാര്യമായി തേടേണ്ടതും അനിവാര്യമായി ലഭ്യമാക്കേണ്ടതും ഈ പാപമോചനമാണ് എങ്കിൽ ആ പൊറുക്കലിന് മുന്നിലുള്ള തടസ്സമായി നിൽക്കുന്നത്, ആ പാപമോചനത്തിന്റെ മുന്നിലുള്ള തടസ്സമായി നിൽക്കുന്നത് ബന്ധങ്ങളാണ് എങ്കിൽ ആ ബന്ധങ്ങളിലുള്ള പിണക്കങ്ങൾ മുഴുവൻ മാറ്റാൻ വരുന്ന ശരീരം, വരുന്ന ന്യായം, വരുന്ന തിങ്കം കൊണ്ട് നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. വൈരാഗ്യങ്ങളും വിരോധങ്ങളും അതെന്തിന്റെ പേരിലായാലും മരണത്തിനെക്കാൻ കഴിയാത്തതൊന്നുമില്ലയോ. മഹഫറത്തിന്റെ പത്തിലെ പൊറുക്കലിനെ പടച്ചവന്റെ മുന്നിൽ തേടാനുള്ളവരാണ് നമ്മൾ. ചെയ്യരുതെന്ന് പറഞ്ഞത് മുഴുവൻ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ എണ്ണി ചെയ്തു തീർത്തവരല്ലയോ. എന്നിട്ടും നടുവിരുത്ത പത്തിലും എന്നിട്ട് പൊറുത്തുക പടച്ചവനെ, പൊറുത്തുക പടച്ചവനെ എന്ന് തേടുന്നവരല്ലയോ. അത് തേടാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ചെയ്തു കൂട്ടിയത് മുഴുവനും ജഗന്നിയന്തമായ പടച്ചവന് നിനക്ക് പൊറുത്തു തരണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നിന്നോട് ചെയ്തത് പൊറുത്തു കൊടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? പടച്ചവനോട് തേടും മുമ്പ് സ്വന്തം ജീവിതത്തിൽ നിന്ന് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ട് ക്ഷമകളെ മറ്റുള്ളവർക്ക് കൈമാറാൻ, പൊരുത്തങ്ങളെ മറ്റുള്ളവർക്ക് കൈമാറാൻ, പൊറുക്കലുകൾ മറ്റുള്ളവർക്ക് കൈമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാതെ റമദാനിൽ കാലെടുത്തു വെക്കുമ്പോ മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞത് വരട്ടെ, അതിനുള്ള ധൈര്യം വരാൻ പാടില്ല. പിണക്കങ്ങളെ മാറ്റാൻ ഉമ്മയോടും ബാപ്പയോടും കാലിന് വീണ് പൊരുത്തം ചോദിക്കാതെ റമദാനിൽ കാലെടുത്ത് വെക്കാൻ നമ്മുടെ കഴിവുകൾക്ക് ധൈര്യം വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് നമ്മളോട് ചോദിക്കുകയാണ്, കൈഫ കുന്തും തസ്തഖിലൂന റമദാൻ, എങ്ങനെയാണ് നിങ്ങൾ റമദാനിനെ അഭിസംബോധന ചെയ്തത്? എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? എങ്ങനെയാണ് റമദാനിനെ വരവേറ്റത്? സ്വഹാബിയായ ഇബ്നു മസ്ഊദ് നമ്മൾ പറയുകയാണ്, മാകാന ഹദുനാ യജൂറു അലാ ഇസ്തിഖ്ബാലിഹിനാ, റമദാനിന്റെ ഒന്നാം പിറയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഏതവസ്ഥയില്ല വഫീ ഖൽബിഹി യദറഖത് അലാ ഹീനിൽ മുസ്ലിമീൻ, കുലപ്രഭമായ മുസ്ലിമിനോട് വ്യക്തിവൈരാഗ്യവും മാനസികമായ വിദ്വേഷവും വെച്ചുകൊണ്ട് റമദാനിന്റെ പിറവിലെത്തുമ്പോ അതിലേക്ക് കാലുവെക്കാൻ ഞങ്ങളിൽ ഒരാൾക്ക് പോലും ധൈര്യമുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കൽബ് അനുവദിച്ചിരുന്നില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്. വിരോധത്തിന്റെ വരവശമില്ലാതെ റമദാനിൽ കടക്കാൻ ജഗന്നിയന്തമായ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ ആമീൻ. അല്ലാഹു തആല